സാന്നിധ്യം അനുഭവിച്ചറിയുക, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കേണ്ടത് എല്ലാ കുഞ്ഞുങ്ങളും കണ്ണടയ്ക്കാൻ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം. എല്ലാ കുഞ്ഞുങ്ങളും സ്തോത്രത്തിനുള്ളതാണ് കർത്താവേ. എല്ലാ കുഞ്ഞുങ്ങളും അതിരമുള്ളതാണ്. എല്ലാ കുഞ്ഞുങ്ങളും ആരും മൗനമായിരിക്കരുത്. എല്ലാവരും സ്തോത്രം പറഞ്ഞിരിക്കുക. കർത്താവേ എന്ന് പകൽക്കാലം എന്നോട് സംസാരിക്കണം. എല്ലാ ആൺകുട്ടികളും എല്ലാവരും സ്തോത്രം പറയണ്ടേ. എല്ലാവരും കർത്താവിനോട് പ്രാർത്ഥിച്ച് ദൈവമേ എന്ന് പകൽക്കാരനോട് സംസാരിക്കണം. ദൈവം എന്ന് പകൽക്കാരൻ എന്നോട് മനസ്സറിയണം. കർത്താവേ നല്ലൊരു ചിലർ സ്പർശമായ കൂടി വരുമ്പോൾ ദൈവമേ എന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞാൻ അനുഭവിക്കുവാൻ കർത്താവേ ഒരു ആരാധന ദൈവത്തെ നല്ലതുപോലെ പാടുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ എന്ന് പകൽക്കാലം നമ്മുടെ ജീവിതം കർത്താവിനെ സഹായിക്കേണ്ടതിന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ ബദലത്താൽ, യേശുവിന്റെ രക്തത്താൽ ബദലത്താലും ചെയ്യപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥനയുടെ പ്രിയ ഫിലോമി മുന്നോട്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും സ്വന്തം പറഞ്ഞു ആമേൻ. എല്ലാവർക്കും പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. എത്രവർക്കും പറഞ്ഞാൽ സന്തോഷമുണ്ട്. സന്തോഷമുള്ള എല്ലാവരും കരങ്ങൾ കത്താൻ 3 ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഉറക്കെ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലെ കർത്താവ് നമ്മൾ ആയിരിക്കുന്ന സ്ഥാനത്തെല്ലാം കാത്തു പരിപാലിച്ചു. യൂത്തിന്റെ ക്യാമ്പിന് പങ്കെടുത്ത എത്ര പേരുണ്ട് ഇവിടെ? യൂത്തിന്റെ ക്യാമ്പിന് യെസ് ഗുഡ്. എത്ര പേരുണ്ട് യൂത്തിന്? ഒരു ദിവസമെങ്കിലും യൂത്തിന്റെ ക്യാമ്പിന് പങ്കെടുത്ത എത്ര പേരുണ്ട് ഇവിടെ? സ്വോത്രം. നിങ്ങൾക്കെല്ലാം അവിടെ അനുഗ്രഹമായിരുന്നു യൂത്തിന്റെ ക്യാമ്പ് ആയിരുന്നല്ലേ? വളരെ സന്തോഷമുണ്ട്. പ്രിയ മോൻ അഭിഷേകം പ്രാവശ്യം അല്ലേ യൂത്തിന്റെ ക്യാമ്പ് അല്ലേ മോനെ? യെസ് എന്ന് എഴുന്നേറ്റുന്ന മോൻ. യെസ് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആ മോൻ യൂത്തിന്റെ ക്യാമ്പ് ഇരുന്ന മോനെ. യൂത്തിന്റെ ക്യാമ്പിന് ആ മോൻ ഒരു ദിവസം ഞാനൊന്നുണ്ടായിരുന്നു, ഒരു വെള്ളിയാഴ്ച സ്തോത്രം പാസ്റ്റർ ബിനു പാർക്കോട് ദേവസ്വം നമ്മളെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ മോൻ അഭിഷേകം പ്രാപിക്കുന്നുണ്ട്. പ്രിയ മോൾ യെസ് യെസ് എഴുന്നേറ്റ മോളെ. യെസ് ആ മോളും അഭിഷേകം പ്രാപിക്കുന്നുണ്ടായിരുന്നു. ഇനി ഇവർ കൂട്ടുകാരോട് ഇതുവരെ സംസാരിച്ചിട്ടുണ്ട്. ഇനി ഒരാളും കൂടി ഞാൻ സംസാരിക്കും. ആരോടെന്ന് അറിയാമോ? ദൈവത്തോട് അല്ലേ? അവർ അന്യഭാഷയിലെ ദൈവത്തെ ആരാധിച്ചു. ഇനി കൂട്ടുകാരോട് മാത്രമല്ല, ഇനി അവർ ദൈവത്തോട് ഇനി പരസ്പരം സംസാരിക്കാൻ പോവുകയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്കെല്ലാം ഒരു നിമിഷം കൂടെ നമുക്ക് കണ്ണടയ്ക്കാം. നമുക്ക് അല്പസമയം ദൈവത്തെ ധ്യാനിക്കാൻ പോവുകയാണ്. നമ്മുടെ കർത്താവിനെ ഒന്ന് പ്രാർത്ഥിക്കാൻ പോകണം. എല്ലാ പേരും കണ്ണടച്ചാട്ടെ. അല്പസമയം ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ്. യേശുവിന്റെ രക്തത്താൽ ചെയ്യപ്പെടുന്നു. യേശുവിന്റെ രക്തത്താൽ ചെയ്യപ്പെടുന്നു. എല്ലാ കുഞ്ഞുങ്ങളും ഒരു നിമിഷം കാണിച്ചു. കർത്താവേ ഇന്ന് പോൽക്കാലം നീ എന്നോട് സംസാരിക്കണം. എല്ലാ കുഞ്ഞുങ്ങളും അതിരും തുറന്നു പറഞ്ഞു. ദൈവമേ എന്നോട് ഇന്ന് പകൽക്കാലം നീ സംസാരിക്കണം. കർത്താവ് ഞാൻ എൻ്റെ അപ്പനോട് സംസാരിക്കാറുണ്ട്, എൻ്റെ മാതാവിനോട് ഞാൻ സംസാരിക്കാറുണ്ട്, എൻ്റെ കൂട്ടുകാരോട് ഞാൻ സംസാരിക്കാറുണ്ട്, എൻ്റെ ചാർച്ചക്കാരോട് സംസാരിക്കാറുണ്ട്. എന്നാൽ നിന്നോട് ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഒരു നിമിഷം എല്ലാവരും കർത്താവേ ദൈവത്തോട് സംസാരിക്കണം എന്ന ആഗ്രഹമുള്ളവർ ആരും മൗനമായിരിക്കരുത്. കർത്താവേ ഇന്ന് പകൽക്കാലം നീ എന്നോടൊന്ന് സംസാരിക്കണമെന്ന് വളരെ ആത്മാർത്ഥതയോട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന്റെ രക്തത്താൽ ചെയ്യപ്പെടുന്നു. യേശുവിന്റെ രക്തത്താൽ ചെയ്യപ്പെടുന്നു. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. യാക്കോബ് പറഞ്ഞത് യഹോവ ഇവിടെയുണ്ട് എന്നോ ഞാനും അത് അറിഞ്ഞില്ലെന്ന സ്തോത്രം. ഇന്ന് ദൈവത്തിന്റെ സാന്നിധ്യം ഈ ഹോളിനകത്തുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ അടുത്തുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം നാം അനുഭവിക്കാൻ പോവുകയാണ്. അത് ഒരിക്കലും നാം അറിയാതിരിക്കരുത്. കർത്താവേ ഇന്ന് പകൽക്കാലം നീ എന്നോട് സംസാരിക്കണം, നിന്റെ സാന്നിധ്യം ഞാനൊന്ന് അനുഭവിക്കണമേ എന്ന് വളരെ ആത്മാർത്ഥത്തോടെ നമുക്കൊരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. യേശുവിന്റെ രക്തത്താൽ നമുക്ക് കർത്താവിനെ നമ്മുടെ സന്നിധിയിൽ നമുക്കൊന്ന് ഏൽപ്പിച്ചു. കർത്താവെ ഞാൻ എന്നെ തന്നെ നിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ എൻ്റെ ശരീരത്തെ, എൻ്റെ മനസ്സിന്, എൻ്റെ ഹൃദയത്തെ ഞാൻ പൂർണ്ണമായി കർത്താവെ നിന്റെ സന്നിധിയിലൂടെ ഞാൻ ഏൽപ്പിക്കുകയാണ്. എല്ലാ കുഞ്ഞുങ്ങളും കണ്ണടച്ച് ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവെ യേശുവിന്റെ രക്തത്താൽ ചെയ്യപ്പെടുന്നു. എല്ലാ കുഞ്ഞുങ്ങളും ഞാൻ പറയുന്നതെന്ന് ഏറ്റു പറയണം. കർത്താവെ എല്ലാവരും കുഞ്ഞുങ്ങളും ഏറ്റു പറയണം. കർത്താവെ ഉറക്കെ പറഞ്ഞേ. കർത്താവെ ഇന്ന് പകൽക്കാലം ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് എന്നെ പൂർണ്ണമായി ഞാൻ ഏൽപ്പിക്കുന്നു. കർത്താവേ ദൈവമേ ഇനി എന്റെ ഇഷ്ടമല്ല. ഉറക്കെ പറഞ്ഞ ദൈവമേ ഇനി എന്റെ ഇഷ്ടമല്ല, ഇനി നിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കണം.
ഇനി നിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കണം. അതിനുവേണ്ടി നമുക്കൊരു നിമിഷം എല്ലാ കൊല്ലം കണ്ണടച്ചിട്ട് ദിവസം പ്രാർത്ഥിക്കാൻ പോകാം. തിരുകരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തേണമേ. തിരുകരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തേണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. തിരുകരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തേണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ആഴിയതിൽ ഓളങ്ങളാ വലഞ്ഞിടുമ്പോ എൻ പടകിൽ ആഴിയതിൽ ഓളങ്ങളാ വലഞ്ഞിടുമ്പോൾ എൻ പടകിൽ എൻ്റെ പ്രിയൻ യേശുവുണ്ട്. ചേർന്നിടുമേ ഭവനമതിൽ. എൻ്റെ പ്രിയൻ യേശുവുണ്ട്. ചേർന്നിടുമേ ഭവനമതിൽ. തിരുകരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തേണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. എല്ലാ കുഞ്ഞുങ്ങളും കണ്ണടച്ചാട്ടെ. കർത്താവേ, കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ എന്ന് പോൽക്കല നീ എന്നെ ഒന്ന് പണിയണം. ഒരു നല്ലൊരു കുഞ്ഞുങ്ങളായി, നല്ലൊരു മാതൃകയുള്ള കുഞ്ഞുങ്ങളായി ജീവിക്കുവാൻ കർത്താവെ നീ എന്നെ സഹായിക്കണമേ. ദൈവമേ, സമൂഹത്തില്, ദേശത്തില്, സഭയിൽ, ചാർച്ചക്കാരുടെ മധ്യം, കൂട്ടുകാരുടെ മധ്യം ദൈവമേ നല്ലൊരു കുഞ്ഞായി വളർന്നു വരുവാൻ പിതാവെ നീ എന്നെ സഹായിക്കണമേ. കർത്താവെ, ഞാൻ മുഖാന്തരം ഒരിക്കലും നിന്റെ നാമം ദുഷിക്കപ്പെടുവാൻ ഇടയാകരുത്. എല്ലാ കുഞ്ഞുങ്ങളും പറയട്ടെ, കർത്താവെ, ഞാൻ മുഖാന്തരം, ഞാൻ കാരണം ഒരിക്കലും നിന്റെ നാമം ദുഷിക്കപ്പെടുവാൻ ഇടയാകരുത് എന്ന് കർത്താവെ ഒന്ന് പ്രാർത്ഥിച്ചു. ദൈവമേ, അനേകം പേർ നമ്മെ മാതാപിതാക്കൾക്ക് കൊള്ളാത്തവരായി, തന്റെ സമൂഹത്തിന് കൊള്ളാത്തവരായി, തന്റെ കൂട്ടുകാർക്ക് കൊള്ളാത്തവരായി, എല്ലാവരും വെറുക്കപ്പെട്ട് ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ കർത്താവെ, ഞാൻ മുഖാന്തരം അനേകം പേർ അനുഗ്രഹിക്കപ്പെടുവാൻ, ഞാൻ മുഖാന്തരം കർത്താവെ അനേകം പേർ ക്രിസ്തുവിനെ കാണുവാൻ, ഞാൻ മുഖാന്തരം കർത്താവെ അനേകം പേർ നിത്യജീവനെ പ്രവേശിക്കുവാൻ കർത്താവെ ഞാൻ അറിഞ്ഞ ഈ സത്യം ദൈവമേ അനേക കൂട്ടുകാരോട് ദൈവമേ, അനേക വ്യക്തികളോട് ദൈവമേ ഞാൻ അറിയിക്കുവാൻ കർത്താവെ ഇന്ന് പകൽക്കാലം നീ എന്നെ സഹായിക്കണമേ. നമുക്കൊരു നിമിഷം ദൈവമേ ഒന്ന് തീരുമാനിക്കുമ്പോൾ കർത്താവെ, ഞാൻ ഒരു കുഞ്ഞിനോടെങ്കിലും എൻ്റെ യേശുവിനെ പറ്റി ഞാൻ പറയാം, എൻ്റെ ഒരു കൂട്ടുകാരോടെങ്കിലും ഞാൻ യേശുവിനെ പറ്റി പറയാം. ഞാൻ അനുഭവിക്കുന്ന സന്തോഷം, സമാധാനം ഞാൻ ആ കുഞ്ഞുങ്ങളോടും പറയുക. ഒരു സിനിമ കണ്ട് ആ സന്തോഷം അനുഭവിക്കുന്ന പോലെയല്ല,
അമ്മ ഈ ലോകമോഹങ്ങൾ കണ്ട് അതിന്റെ സന്തോഷം അനുഭവിക്കുന്ന പോലെയല്ല, കർത്താവോട് നാം അടുത്ത് വരുമ്പോൾ അതൊരു സന്തോഷം ഈ ലോകം തരുന്ന സന്തോഷത്തെക്കാൾ അധികമാണ്. കർത്താവ് തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തെ സ്നേഹിക്കുന്നവൻ എനിക്കുള്ളവനല്ല. നമുക്ക് കർത്താവിനെ സ്നേഹിക്കാൻ നമുക്കൊരു നിമിഷം തീരുമാനമെടുക്കാം. ഇനി ഈ ലോകത്തിന്റെ പാതയിൽ ലോകമോഹങ്ങളിൽ ഓടിപ്പോകാതെ, ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈവത്തിന്റെ പാതയിൽ മാത്രം നടക്കുവാൻ നമുക്കൊരു നിമിഷം ദൈവത്തിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രിയ പിതാവേ, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാ പ്രിയ കൂട്ടുകാരെയും എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവെ ഞാൻ പൂർണ്ണമായി ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പിതാവെ, മനസ്സിലാക്കണം കർത്താവെ. ദൈവമേ, ഈ കുഞ്ഞു ഹൃദയങ്ങളിൽ അവരെടുത്തിരിക്കുന്ന ഈ തീരുമാനം കർത്താവെ, ഇവർ വളർന്നു വരുന്നവരൊരു ജീവിതത്തിൻ്റെ അനുഗ്രഹമായി തീരുവാൻ പിതാവിനെ സഹായിക്കേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. അനേകം കുഞ്ഞുങ്ങൾ, അനേകം യൗവനക്കാർ, അനേകം ബാല്യക്കാർ കർത്താവെ വഴിതെറ്റി പോകുമ്പോൾ കർത്താവെ ദൈവപാതയിൽ നടക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവമേ, ഈ പ്രിയപ്പെട്ട എല്ലാവരെയും പിതാവ് സഹായിക്കേണ്ടതിനെ ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ കുഞ്ഞുങ്ങളെല്ലാവരും പൂർണ്ണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, സമ്പൂർണ്ണമായി താഴ്ത്തുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യെസ്, നിങ്ങൾ ധാരാളം ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കിന്ന് എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയ പ്രോബ്ലം ഉണ്ട്, സൗണ്ട് എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പാട്ട് കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ച ആ പാട്ട് തന്നെ ഞാൻ ഒരിക്കലും പാടാം. പറ്റുമെങ്കിൽ ആക്ഷൻ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ. അപ്പൊ കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ച പാട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതിന്റെ ലിറിക്സൊക്കെ നിങ്ങൾ ഓർമ്മയുണ്ടോ? ഇതിന്റെ പ്രൊജക്റ്റിന്റെ ചെറിയ കംപ്ലൈന്റ് ആണ്, അതുകൊണ്ട് അത് ഇട്ട് കാണിക്കാൻ ആ വരികൾ അതിൽ കാണിക്കാൻ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞാൻ പാടുമ്പോൾ കഴിയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. Ready, 1, 2, 3, start.
ഒരു കാലത്ത് കൂടി 3 കച്ചവടക്കാർ കാളവണ്ടികളുടെ നിങ്ങൾ റോഡിൽ കിടക്കുമ്പോൾ കാട്ടി കിടക്കും. ഈ കാളവണ്ടി 3 പേരുണ്ട്. 3 കാളവണ്ടിയിൽ അവർക്ക് നഗരത്തിൽ പോകും. ഇവര് കാട്ടിനകത്ത് താമസിക്കും. ഈ കാട്ടിനകത്ത് താമസിക്കുന്ന ഇവർ 3 കാളവണ്ടി 3 സഹോദരന്മാർ. ഇവരുടെ സാധനങ്ങൾ കാട്ടിനകത്ത് നിന്ന് കിട്ടുന്ന സാധനങ്ങൾ, പച്ചക്കറികൾ, അങ്ങനെയുള്ള ഫലങ്ങൾ എല്ലാം കൊണ്ട് ഇവർ ഈ വണ്ടിയിലാക്കി ഇവർ നഗരത്തിൽ, അതായത് സിറ്റിയിൽ കൊണ്ട് ഇവർ വിൽക്കുന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ പരിപാടി. ഇവരുടെ ജോലി കാട്ടിനകത്ത് പഴങ്ങൾ ശേഖരിച്ച് വിറകുകൾ ശേഖരിച്ച് ഇവർ 3 കാളവണ്ടിയിലായി ഇവർ എന്ത് ചെയ്യുന്നറിയുമോ, നഗരത്തിൽ സിറ്റിയിൽ കൊണ്ടുപോയി ഇവർ ഈ വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ഇവർ ജീവിക്കുന്നു. ഇതാ ഇവരുടെ ജീവിതം. ഇങ്ങനെ ഒരു ദിവസം ഈ 3 പേര്, ഇവർ 3 ഭക്തന്മാർ, ഇവർ 3 പേരും കർത്താവിനെ അറിയുന്നവരാണ്, കർത്താവിനെ ആരാധിക്കുന്നവരാണ്. ഒരു ദിവസം ഈ 3 പേരും കൂടി ഇങ്ങനെ കാളവണ്ടി ഓടിച്ച് കാളവണ്ടി പറയുന്നില്ല, അതുപോലെ കാളെ ഇങ്ങനെ ഓടിച്ചിട്ട് പോയി. നല്ല മഴ പെയ്യും. ഈ കാടകൾക്ക് അറിയാം, ടാറൊന്നും കിട്ടില്ല അല്ലേ? കാടിങ്ങനെ എന്താ പറയുക, അലക്ഷ്യമായി കിടക്കുന്ന സ്ഥലം. ഈ സ്ഥലത്തൂടെ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു മഴ പെയ്തുകൊണ്ടിരിക്കുക. ഇവർക്ക് നല്ലതൊന്നും കാണാൻ പറ്റുന്നില്ല. മഴ പെയ്യുന്നതുകൊണ്ട് ഈ പകലാണെങ്കിലും മേഘമെല്ലാം കറുത്ത് ഇരുട്ട അവസ്ഥ. ഇവരിങ്ങനെ വന്നിട്ട് കാളയെ ഒഴിച്ചിട്ട് പോകും. പെട്ടെന്നൊരു കുഴി. ഈ 3 പേരുടെ കാളവണ്ടിയുടെ ചക്രം അവിടെ കൂടി. മനസ്സിലായോ? 3 പേരുടെ കാളവണ്ടിയുടെ ചക്രം ഈ കുഴി മീൻസ് ഈ ചെളി നമ്മുടെ മഴ പെയ്ത ചെളി, ആ ചെളി കൊണ്ട് നിറഞ്ഞ് അതിനകത്ത് അകപ്പെട്ടു പോയതാ. ഇങ്ങനെ നിരന്ന് കിടക്കുകയായിരുന്നു. അവർ 3 പേരും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് അത് കുടിയും. ഇവരെത്ര ശ്രമിച്ചിട്ടും ഇവർ നല്ലപോലെ കാളെ അടിക്കുന്നുണ്ട്, എന്തെല്ലാം ശ്രമിച്ചിട്ടും ഇത് മുന്നോട്ട് പോകുന്നില്ല. ഈ ചക്രങ്ങൾ മുന്നോട്ട് വരുന്നില്ല. നല്ല മഴ പെയ്യുന്നുണ്ട്, കാടാണ്, കാട്ടു മൃഗങ്ങളുണ്ട്, എപ്പോഴും ഇവർ ആക്രമിക്കപ്പെടാം. അങ്ങനെ വളരെ ഭയത്തോണ്ടിരുന്നപ്പോൾ ഒന്നാമത്തെ വ്യക്തി അദ്ദേഹം ഈ ദേഷ്യത്തിൽ ഈ കാളെ അടിക്കാൻ തുടങ്ങി. തന്റെ കയ്യിലെ വടിയെടുത്ത് കാളെ തലങ്ങും വിലങ്ങും അടിക്കാൻ. കാരണം ആ ദേഷ്യത്തിന്, കാരണം അദ്ദേഹത്തിന് കാടാ, ഒന്നും ചെയ്യാൻ പറ്റില്ല, പുറത്തുള്ള ആരും അറിയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു സഹോദരൻ ആരെങ്കിലും കടന്നു വന്നാൽ മാത്രമേ ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒന്നാമത്തെ ഈ കാളെ ആ ദേഷ്യത്തിന് അടിക്കാൻ തുടങ്ങി. രണ്ടാമത്തെ വ്യക്തി എന്ത് ചെയ്യുന്നറിയാമോ? അദ്ദേഹം ആ കാളവണ്ടിയുടെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്ത് ചെയ്തു? കാളവണ്ടിയുടെ മുന്നിൽ ശ്രദ്ധിക്കണം, കാളവണ്ടിയുടെ മുന്നിൽ എന്ത് ചെയ്തു? മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒന്നാമത് ചെയ്തു, കാളെ അടിച്ചു. ആ ദേഷ്യത്തിന് എന്ത് ചെയ്തു? കാളെ അടിച്ചതിന്റെ കാര്യമാണ്. അത് എത്ര ശ്രമിച്ച് നടക്കുന്നത്? കാളെ അടിച്ചു. രണ്ടാമത്തെ ചെയ്തു? മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. മൂന്നാമൻ എന്ത് ചെയ്യുന്നു? മൂന്നാമനും അതുപോലെ അയാൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അയാൾ ആ കാളവണ്ടിയുടെ പുറകെ നിന്ന് തള്ളുന്നു. എന്തേലും അയാൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അയാൾ ഈ കാളവണ്ടിയുടെ പുറകെ നിന്നുകൊണ്ട് അതിനെ ശക്തമായിട്ട് തള്ളുന്നു. അപ്പോഴാണ് ഇതൊരു കഥയാണ്. നമ്മുടെ ദൈവം അതുവഴി ഇങ്ങനെ വന്നത്. നമ്മുടെ ദൈവം ഇങ്ങനെ ഇവരുടെ ഈ പ്രാർത്ഥന, ഞാൻ പറഞ്ഞില്ല, ഒരാൾ പ്രാർത്ഥിച്ചു മറ്റൊരാൾ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ദൈവം ഇങ്ങനെ അതുവഴി വന്നപ്പോൾ ഈ 3 പേരെ കണ്ടു. ഈ 3 പേരെ കണ്ട് ദൈവം ആരുടെ പ്രാർത്ഥന കേട്ടു? രണ്ടാമത്തെ ആൾ എന്ത് ചെയ്തു? രണ്ടാമത്തെ ഗുഡ് എഴുന്നേറ്റ് എല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. ആരാ പ്രാർത്ഥന ദൈവം കേട്ടത്? രണ്ടാമത്തെ അയാൾ എന്ത് ചെയ്തു? മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. യെസ്. വേറെ എവിടെ ആരുടെ പ്രാർത്ഥന? എന്താ? യെസ്, ഗുഡ്. യെസ്, അതാ കറക്റ്റ് കേട്ടോ. അയാൾ എന്ത് ചെയ്തു? പരിശ്രമിക്കുകയും ചെയ്തു, പ്രാർത്ഥിക്കുകയും ചെയ്തു. പലരും പ്രവർത്തിക്കുകയും പ്രാർത്ഥന മാത്രമല്ല. എക്സാമ്പിൾ നമ്മുടെ കാര്യം, നിങ്ങളുടെ കാര്യം, എക്സാം വരുമ്പോൾ, പരീക്ഷ വരുമ്പോൾ നിങ്ങൾ 21 ദിവസം കോഴ്സ് ഇരുന്നത്, 3 ദിവസം ഇരുന്നത്, എത്ര ദിവസം ഇരുന്നത്, പ്രാർത്ഥന കൊണ്ട് മാത്രം ദൈവം പ്രവർത്തിക്കുക. നിങ്ങൾ പഠിക്കാതെ പള്ളി വന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ പഠിക്കാതെ ഇനി കുത്തിരുന്ന് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞല്ലോ, സുവിശേഷ പ്രവർത്തനം പോലെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ പ്രാർത്ഥിക്കുക മാത്രം ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ തോന്നുന്നു ദൈവം തരത്തില്ല. പക്ഷേ ആ പ്രാർത്ഥിക്കുന്നതിന്റെ കൂടെ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കണം, അതായത് നിങ്ങൾ പ്രവർത്തിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദൈവം അവിടെ പ്രവർത്തിക്കാൻ കഴിയും. ഒന്നാമൻ ആ കാളെ ഒത്തിരി അടിക്കുന്നു, അയാളെ ദേഷ്യത്തില്ല, പക്ഷെ ദൈവം അവിടെ പ്രവർത്തിച്ചു. രണ്ടാമത്തെ ആള് അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. ശരിയാ, പ്രാർത്ഥന ശരി, ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം. പക്ഷെ ആ പ്രാർത്ഥിക്കുന്നതോടുകൂടെ മൂന്നാമത്തെ വ്യക്തി ചെയ്ത പോലെ അയാൾക്ക് ട്രൈ ചെയ്ത് എന്ന് പറഞ്ഞാൽ അത് ആ കാളവണ്ടിയുടെ പുറത്ത് തണ്ണി കൂടെ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നറിയോ? ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടെങ്കിൽ അദ്ദേഹം ആ കാളവണ്ടി ആ ചക്രം
വരികയാണ്. ഒരു കൺവെൻഷനാണ് ഒരു ഭയങ്കര കൺവെൻഷൻ നടക്കുന്നത്. ഭയങ്കര മഴയുള്ള ഒരു സമയം. ഈ മഴയുടെ സമയത്ത് കൺവെൻഷൻ നടക്കുമ്പോൾ അവിടുത്തെ പാസ്റ്ററും അവിടുത്തെ വിശ്വാസികൾ എല്ലാവരും ചേർന്ന് പറഞ്ഞു, നിങ്ങൾ കേട്ടാൻ അറിയത്തില്ല, പറഞ്ഞു ഇന്ന് വൈകുന്നേരം നമ്മുടെ കൺവെൻഷൻ മഴ പെയ്താൽ എന്ത് ചെയ്യും? ആള് വരുന്നില്ല. ഈ ദേശത്തിലെ അനേകം കർത്താവിനെ അറിയാൻ നടക്കുന്ന ഒത്തിരി ജനം കടന്നു വരും. പക്ഷെ മഴയാണെങ്കിൽ വിശ്വാസത്തോടെ പോലും കടന്നു വരും. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കരങ്ങൾ തോന്നുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, ഇന്ന് വൈകുന്നേരം മഴ പെയ്യരുത്. അപ്പൊ എന്ത് ചെയ്യുന്ന വിശ്വാസത്തോടെ പാസ്റ്റർ എല്ലാവരും ചേർന്ന് കരങ്ങൾ കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചു. ദേവദാസൻ പറഞ്ഞു ഇന്ന് വൈകുന്നേരം മഴ പെയ്തില്ല. വിശ്വാസമുള്ള എല്ലാവരും കരം കൊടുത്ത് ഹല്ലേലൂയ പറയാൻ പറഞ്ഞു. ആ വിശ്വാസികൾ എല്ലാവരും ചേർന്ന് കരം കൊടുത്തി ഹല്ലേലൂയ പറഞ്ഞു. വൈകുന്നേരമായി കൺവെൻഷൻ പ്രാർത്ഥിച്ചു തുടങ്ങി. മഴ പെയ്തില്ല. എന്നാൽ ആ ഇടവേളയ്ക്ക് ശേഷം ആ ദേവദാസൻ അങ്ങനെ ലീഡ് ചെയ്യാൻ വേണ്ടി ബൈക്കെടുത്ത് അദ്ദേഹം പറഞ്ഞു, ഇന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു മഴ വരാതിരിക്കാൻ, ദൈവം പ്രവർത്തിച്ചു. പക്ഷേ നിങ്ങൾ എത്ര പേർ കുട കൊണ്ടുവന്നു? നിങ്ങൾ എത്ര പേർ കുട കൊണ്ടുവന്നു? നോക്കിയപ്പോൾ ആ വിശ്വാസത്തിൽ എല്ലാവരും കുട കൊണ്ടുവന്നു. അപ്പൊ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഉറപ്പാണ്. പക്ഷെ മഴ പെയ്യുന്നില്ല, നമുക്ക് വിശ്വാസമാണ്. അവരെല്ലാം എന്തുകൊണ്ട് കുട കൊണ്ടുവന്നു? കാരണം ചിലപ്പോൾ മഴ പെയ്താലോ ഈ വിശ്വാസം തന്നെ ഇന്ന് നമുക്ക് കൊണ്ടുവന്നു ഇല്ലേ? നമുക്കെല്ലാവർക്കും ദേവദാസവർ പറയും രോഗിക്ക് സൗഖ്യമാവും, നിങ്ങളെ സൗഖ്യമാകാൻ പറയാൻ നമ്മളെല്ലാവരും വിശ്വസിച്ച് കൈയടിച്ച് ആരാധിക്കുകയും ചെയ്യും. പക്ഷെ നമുക്ക് സംശയം, ദൈവം ഇത് നടക്കുമോ? ഞാൻ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ വിശ്വാസം ഈ മലകളിൽ നിന്ന് വെള്ളച്ചാട്ടം